ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പ്രാക്ടിക്കലിലൂടെ ചെയ്ത് മനസ്സിലാക്കാം. എപ്പിസോഡ് 28. സ്പീഡിൽ മൂവ് ചെയ്യുന്ന ട്രെയിനുകൾക്കിടയിൽ പെട്ടുപോയ ഇയാള് ഇരുന്ന് കളഞ്ഞത് എന്തിനായിരിക്കും? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇത് മനസ്സിലാക്കാൻ ഞാനിവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഈ ബോള് ഇതേ രീതിയിൽ ഒരു നൂലിൽ കെട്ടിയെടുത്ത് ടാപ്പിൽ നിന്ന് വീഴുന്ന ഈ ഒരു വെള്ളത്തിന്റെ ഫ്ലോയിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബോളിനെ ആ ഒരു ഫ്ലോയിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇതിന് കാരണം ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്ന ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ്. അതായത് സ്പീഡിൽ മൂവ് ചെയ്യുന്ന വാതകങ്ങൾക്കും ദ്രാവകങ്ങൾക്കും പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രഷർ കൂടിയ ഇടത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ ഫ്ലോയിലേക്ക് ഒരു സെക്ഷൻ രൂപപ്പെടുകയും അതിലേക്ക് ഒബ്ജക്റ്റുകളെ വലിച്ചടുപ്പിക്കുകയും ചെയ്യും. ഇതേ സയൻസ് തന്നെ നമുക്ക് മറ്റൊരു എക്സ്പെരിമെന്റിലും കാണാം. നൂലിൽ കെട്ടി നിർത്തിയ ഈ ഒരു ബലൂണിന്റെ നടുവിലേക്ക് നമ്മൾ ഊതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബലൂൺ തെന്നി മാറുന്നതിന് പകരം പരസ്പരം കൂട്ടിമുട്ടുന്നത് കാണാൻ കഴിയും. ഇവിടെയും നടുക്കുള്ള വായുവിന് സ്പീഡ് കൂടുമ്പോൾ അവിടെ പ്രഷർ കുറയുകയും ഈ ഒരു ബലൂണുകളെ അങ്ങോട്ട് സക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി പറയൂ, സ്പീഡിൽ മൂവ് ചെയ്യുന്ന എയർ ഫ്ലോ ഉള്ള രണ്ട് ട്രെയിനുകൾക്ക് നടുവിൽ ഇരിക്കുന്ന അയാൾ ഇരുന്ന് കളഞ്ഞില്ലെങ്കിൽ അയാൾക്ക് എന്ത് പറ്റുമായിരുന്നു?